അഭിമുഖ വിവാദത്തിലും PR ഏജൻസി വിവാദത്തിലും CPM സംസ്ഥാന സമിതിയിൽ ചോദ്യങ്ങൾ ഉയർന്നത് പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും സംശയങ്ങൾ മുളപൊട്ടി എന്നതിൻ്റെ തെളിവാണ്. മലപ്പുറത്തെ സംബന്ധിച്ച വിവാദ പരാമർശവും PR ഇടപെടലും സംബന്ധിച്ച ന്യായീകരണങ്ങൾ പാർട്ടി നേതാക്കൾക്ക് പോലും ദഹിക്കുന്നില്ല. വിവാദങ്ങളുടെ പുകമറ നീക്കുകയെന്ന ലക്ഷ്യവുമായി സംസ്ഥാന സമിതി അംഗീകരിച്ച രേഖ കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇതേ സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുമെന്ന് ഉറപ്പാണ്. പാർട്ടി നേതാവിൻ്റെ മകനിൽ കുറ്റം ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന സംശയവും പാർട്ടിയിൽ ശക്തമാകുന്നുണ്ട്. വിവരങ്ങളുമായി TV പ്രസാദ് ചേരുന്നു. TV പ്രസാദ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ PV അൻവറിനെ അടിക്കാൻ വേണ്ടി വെട്ടിയ വടി ഇപ്പോൾ ബൂമറാങ് പോലെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും അതിനു പിന്നിൽ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു മറുപ്രചരണ വേല, അതിൻ്റെ ആഘാതം പാർട്ടിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും അല്ലേ TV പ്രസാദ്? ഗുഡ് മോർണിംഗ് അരുൺ. ഉറപ്പായും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. മാധ്യമങ്ങളുടെ മുന്നിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാനും പറ്റും. പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഇങ്ങനെയൊരു ചോദ്യം ഉയർന്നാൽ വ്യക്തമായ മറുപടി ഇല്ല എങ്കിൽ സ്വാഭാവികമായും കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് എത്തി. ഈ ലോക്കൽ സമ്മേളനങ്ങളിലും അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ചർച്ച തുടരുന്ന ഘട്ടത്തിലാണ് PR വിവാദവും വലിയ വിവാദമായി സർക്കാരിന് മുന്നിലേക്ക് വരുന്നത്, പ്രത്യേകിച്ച് CPMൻ്റെ മുന്നിലേക്ക് വരുന്നത്. അരുണ് പറഞ്ഞതുപോലെ അതൊരു CPIM നേതാവിൻ്റെ മകൻ്റെ ചുമലിൽ ചാരി രക്ഷപ്പെടാനുള്ള നീക്കമായിട്ടാണ് വലിയ ഒരു ശ്രമം നടക്കുന്നത്. പക്ഷേ എന്തായാലും CPM സംസ്ഥാന സമിതിയിലെ മുതിർന്ന അംഗങ്ങൾക്ക് പോലും ഇക്കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സിമ്പിളാണ്, ദ ഹിന്ദു അതിൽ പിശക് വന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറയുമ്പോഴും ഹിന്ദു പറയുന്നത് PR ഏജൻസി തന്നത് നമ്മൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും PR ഏജൻസിയെക്കുറിച്ച് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, ഇന്നലെ ഇപ്പോൾ MV ഗോവിന്ദൻ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. ഈ PR ഏജൻസി എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊരു കാര്യമുള്ളത്, ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് ഇതുവരെയും, അതിനുശേഷം 2 വാർത്താ സമ്മേളനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ നടന്നത്, MV ഗോവിന്ദൻ്റെയും നടന്നു. അതിൽ ശരിയാണോ തെറ്റാണോ എന്ന് പോലും മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് കീഴ്ഘടകങ്ങളിൽ വലിയ ചർച്ചയാകും എന്ന കാര്യം ഉറപ്പാണ്. സ്വാഭാവികമായി അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കണം ഇന്നലെ സംസ്ഥാന സമിതിയിലും കണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വലിയ അവ്യക്തതയും ആശയക്കുഴപ്പവും ഇത് സംബന്ധിച്ച് PR ഏജൻസിയുമായി ബന്ധപ്പെട്ടും ADGPയെ നീക്കാത്തത് സംബന്ധിച്ചും പാർട്ടി സംസ്ഥാന സമിതിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പായും പാർട്ടിയിൽ കൂടുതൽ ഇത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അരുൺ. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ തീർച്ചയായിട്ടും TV പ്രസാദ് മറ്റന്നാൾ നിയമസഭയെ പിടിച്ചുലയ്ക്കുമെന്നതും ഉറപ്പാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു മുഖ്യമന്ത്രിക്കെതിരെ. സ്വാഭാവികമാണല്ലോ ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ, പ്രത്യേകിച്ചും മലപ്പുറം മേഖലയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്കുണ്ടായിരുന്ന ഒരു പ്രീതി നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് ഇനിയും വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. പാർട്ടി പറയുന്നത് അങ്ങനെ PV അൻവർ പോയാലും ഇത്തരം വിവാദങ്ങൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത തലയ്ക്ക് പിടിച്ച മാധ്യമ ശൃംഖല എന്ന പദമാണ് ഉപയോഗിച്ചതെന്നല്ലേ TV പ്രസാദ്, നമ്മുടെ പാർട്ടി സെക്രട്ടറി. അപ്പോൾ ഈ മാധ്യമ ശൃംഖല ശ്രമിച്ചാലൊന്നും പാർട്ടിക്ക് അടിത്തറ നഷ്ടപ്പെടില്ല എന്നാണ് പാർട്ടി കരുതുന്നതും.